നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന NH66-ന്റെ പല അപാകതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി കേട്ടിട്ട് നമ്മൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ സൈഡിലേക്ക് ഡിവൈഡർ വെച്ചിട്ടുള്ള ഓരോ ചില ഇതുണ്ട്. നമുക്കിപ്പോൾ ഈ സർവീസ് റോഡിലേക്ക് കയറുവാൻ വേണ്ടിയിട്ടുള്ള ചില ഭാഗങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് കയറാൻ അതുപോലെ ഇറങ്ങാനൊക്കെ അവിടെയൊക്കെ നമുക്ക് അവർ തൂണ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും കറക്റ്റായിട്ടുള്ള നമുക്ക് ഓരോ ലൊക്കേഷൻ എത്തുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കയറിയില്ലെങ്കിൽ പിന്നത്തെ ആ യൂ ടേൺ എടുത്ത് വരണമെങ്കിൽ അടുത്ത സർവീസ് നമ്മൾ റോഡിൽ കയറിയിട്ട് വേണം യൂ ടേൺ അടിച്ച് വരാൻ. അപ്പോൾ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ റോഡിൻ്റെ വർക്ക് കഴിയാത്ത കാരണം ഓപ്പോസിറ്റ് വണ്ടികൾ വന്നിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നൈറ്റിലാണ് ഇപ്പോൾ ഞാൻ ഈ വിഷ്വൽ എടുക്കാൻ കാരണം. നൈറ്റിൽ നമുക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന കുറേ പല പ്രശ്നങ്ങളുണ്ട്, റോഡ് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇവരെ സീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ സീറ്റ് ലൈറ്റൊന്നും കാണാത്ത കാരണം നമുക്ക് ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവരൊക്കെ വളരെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിന്ന് കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ചാവക്കാട് നിന്ന് പൊന്നാനി റോഡാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഒരുവിധമുള്ള റോഡ് ഭാഗങ്ങളൊക്കെ നല്ല വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് കഴിഞ്ഞ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചില ഏരിയയിൽ വർക്ക് കഴിയാത്ത ഭാഗങ്ങൾ മാത്രം അവർ ക്ലോസ് ചെയ്തിട്ട് അത് സർവീസ് റോഡ് വഴിയാണ് വിടുന്നത്. അത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. പൊന്നാനിയിൽ എത്തുന്ന അതുവരെ പിന്നെ നല്ല റോഡാണ്. അതിൻ്റെ മുന്നേ ആയിട്ടാണ് ചാവക്കാട് നിന്ന് വരുമ്പോൾ കുറച്ച് റോഡ് ഭാഗങ്ങൾ മാത്രമാണ് സർവീസ് റോഡ് വഴി വിടുന്നത്. അത് വെച്ചാൽ അവിടെ വർക്ക് കഴിയാത്തതിൻ്റെ പേരിൽ. പിന്നെ നമുക്ക് ഈ സിഗ്നൽ നോക്കിയിട്ട് വേണം നമ്മൾ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കടക്കാനും അതുപോലെ സർവീസ് റോഡിൽ നിന്ന് ഉള്ളിലേക്ക് വരാനും. സർവീസ് റോഡിൻ്റെ സൈഡിലേക്ക് പോകാനും നമുക്ക് ഓൾറെഡി കുറച്ച് മുന്നേ തന്നെ നമുക്ക് ചെറിയ അമ്പ് പോലെയുള്ള ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഏരോ മാർക്ക് കാണിക്കും. ഈ ഏരോ മാർക്ക് കാണിച്ചിട്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാൻ ഉള്ള ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഔട്ട് ചെയ്യാനുള്ള ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഈ ഔട്ട് ചെയ്യാനുള്ള ഭാഗത്ത് നമുക്ക് അവിടെ ഇങ്ങനെ ചെറിയ തൂണ് പോലെ ചെറുത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫൈബറിൻ്റെ. അതുപോലെ നമുക്ക് ഉള്ളിലേക്ക് കയറുവാനുള്ളതാണെങ്കിൽ അവിടെ നമുക്ക് സിഗ്നൽ ഈ ഇത് കാണിക്കില്ല. അല്ലാത്തടത്ത് നമുക്ക് ഏരോ മാർക്ക് കുറച്ച് മുന്നേ തന്നെ ഏരോ മാർക്ക് ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ യാത്ര ചെയ്യാൻ. നമുക്ക് എവിടെയെങ്കിലും എത്താൻ ആയി എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് കുറഞ്ഞ ട്രാക്കിൽ പിടിച്ചിട്ട് പോകായിരിക്കും നല്ലത്. പിന്നെ എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇവർ ഈ നിയമം വരുത്തുന്ന ഏറ്റവും സ്ലോ ആയിട്ട് പോകേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ. റൈറ്റ് സൈഡിൽ കൂടെ പോകുമ്പോൾ അത് നമുക്ക് ഓവർടേക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കയറി ഓവർടേക്ക് ചെയ്യാനും അതുപോലെ വണ്ടി വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിലേക്ക് പോകാൻ പാടുള്ളൂ. അത് ആംബുലൻസ് അതുപോലെ എമർജൻസി വണ്ടികൾക്ക് പോകാൻ മാത്രമായിട്ടുള്ള ട്രാക്കാണത്. നമ്മളുടെ സ്പീഡ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ നടുവിൽ കൂടെയാണ്. അപ്പോൾ അത് നടുവിൽ കൂടെ തന്നെ മാക്സിമം നമ്മൾ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്കും സേഫ് അതാണ്. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റുള്ള സൈഡിൽ നിന്നൊക്കെ വണ്ടികളൊക്കെ ഒന്ന് ഇതായി വരുമ്പോഴൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും ഓടിക്കാനൊക്കെ ഏറ്റവും നല്ലത് നമുക്ക് സെൻറ്റർ ചെയ്ത് പോകണതാണ്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഓപ്പൺ ആവുന്ന വരെ നൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പോകുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇരുട്ട് ഫീൽ ചെയ്യും. നമുക്ക് എത്ര വണ്ടിയുടെ ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഈ സിഗ്നലിൽ ഇവിടെ റോഡിൽ ഇവർ സൈഡിലൊക്കെ സീബ്ര ലൈനും കാര്യങ്ങളൊക്കെ വരച്ചതിൻ്റെ മേലിൽ മാത്രമാണ് നമുക്ക് റോഡ് അത്രയും വൃത്തിയായിട്ട് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വെറും ഒരു ഇരുട്ട് ഫീൽ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എത്ര നമ്മൾ ലൈറ്റ് ഉണ്ടെങ്കിലും നമ്മളത് വളരെ ശ്രദ്ധിക്കണം. ഇതുപോലെ ഈ നമുക്ക് ക്രോസ് ചെയ്യാനാകുമ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് പിടിച്ച് പോവുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അത് ഞാൻ വീണ്ടും ഉണർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ചില ഏരിയകളിൽ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് പിന്നീന്ന് അത് അത്രയും സ്പീഡിൽ വണ്ടികൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കടക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പിന്നെ മഴക്കാലങ്ങളാണ്, വളരെ ഏത് ഇതിലാണെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് പോകാറില്ല. ഇവിടുന്ന് കണ്ടില്ലേ നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ളാകുമ്പോൾ ഇങ്ങനെ തൂണ് വെച്ചിട്ടുണ്ടാകും, അതിൻ്റെ ഓപ്പോസിറ്റും ഉണ്ടാകും. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഉള്ളിലേക്ക് നമുക്ക് കയറുവാൻ വേണ്ടിയിട്ടുള്ള സിഗ്നലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വഴി നമ്മൾ അവിടുന്ന് വണ്ടി വരണ്ടാന്ന് നോക്കിയിട്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ സർവീസ് റോട്ടിലേക്ക് കയറുക. അതൊക്കെ മാക്സിമം സ്പീഡ് കുറച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇത് പൊന്നാനി എത്തുന്ന ആ പോർഷൻ്റെ താഴത്തു കൂടെ ഉള്ള പാലത്തിൻ്റെ താഴത്തു കൂടെയാണ് മെയിൻ. പൊന്നാനി നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേ കൂടെ പോയി കഴിഞ്ഞാൽ പൊന്നാനി കവർ ചെയ്തിട്ടാണ് നമുക്ക് പോവുക. പൊന്നാനിക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ പാലം കഴിഞ്ഞ ശേഷം അപ്പം തന്നെ നമുക്ക് ലെഫ്റ്റിൽ തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നാനിക്ക്
നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തി കഴിഞ്ഞാൽ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ കണ്ടുവെന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.